പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ കൊടുത്ത പല ആളുകൾക്കും പെൻഷൻ കിട്ടിയോ എന്നറിയത്തില്ല, അല്ലെങ്കിൽ അപേക്ഷയുടെ സ്ഥിതി എന്താണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാനും നിലവിൽ നമുക്ക് എത്ര തവണ പെൻഷൻ വന്നിട്ടുണ്ട്, എത്ര തവണയാണ് പെൻഷൻ കൊടുത്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഒരു വഴിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പല ആളുകൾക്കും അത് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വളരെയേറെ വീഡിയോ നമ്മുടെ ഈ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ തന്നെ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ ഒരു ബ്രൗസർ എടുക്കണം. ബ്രൗസർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഗൂഗിൾ ക്രോം ആണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ ഗൂഗിൾ ക്രോം എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ പെൻഷൻ സെർച്ച് എന്ന് പറഞ്ഞൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ സേവന പെൻഷൻ എന്നും പറഞ്ഞ് വരും. നിങ്ങൾ ഏത് രീതിയിൽ പെൻഷൻ സെർച്ച് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതി കൊടുത്താൽ മതി. അത് പെൻഷൻ സെർച്ച് എന്നോ സേവന പെൻഷൻ എന്നോ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇവിടെ ഏറ്റവും മുകളിൽ സേവന പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഗവൺമെൻറ് ഓഫ് കേരള എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ നിലവിൽ ഈ പേജിൽ നമുക്ക് നേരത്തെ നമ്മുടെ ഈ ക്ഷേമ പെൻഷനൊക്കെ നോക്കാൻ മാത്രമുള്ള ഓപ്ഷനേ ഉള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കിവിടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ അതിനൊന്ന് ടച്ച് ചെയ്യുക. ഇത് വന്നിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ബ്രൗസർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് വീണ്ടും ഒരു പേജ് കൂടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് തിരച്ചിൽ വിവരങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ മലയാളം ആക്കിയിട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും ആണെങ്കിൽ ഇംഗ്ലീഷിൽ വരും. ഇവിടെ സുരക്ഷ ഐ ഡി എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുരക്ഷ ഐ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പെൻഷൻ ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്കൊരു ഐ ഡി നമ്പർ കിട്ടും. ആ ഒരു നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ ഇവിടെ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റ് കാണുന്ന ആ ഒരു റൗണ്ടിൻ്റെ അകത്ത് ടച്ച് ചെയ്യണം. രണ്ടാമത് നിങ്ങൾക്ക് ആധാർ നമ്പർ വെച്ച് ചെയ്യാവുന്നതാണ്. ആധാർ നമ്പർ വെച്ചാണെങ്കിൽ നിങ്ങൾ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ആ ഒരു റൗണ്ടിൽ ടച്ച് ചെയ്യുക. അടുത്തത് മൂന്നാമത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ കെ സ്മാർട്ട് ഫയൽ നമ്പറാണ്. അപ്പോൾ ഈ കെ സ്മാർട്ട് ഫയൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷ കൊടുത്തു, നമുക്ക് ആ ഫയലിൻ്റെ ഒരു നമ്പർ നമുക്കുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ പെൻഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ, ഇതുവരെ കിട്ടാത്തവർക്കാണ് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അത് നിങ്ങൾ അപേക്ഷ കൊടുത്ത രസീതിൻ്റെ അകത്ത് തന്നെ ആ ഒരു നമ്പർ കാണും. അപ്പോൾ നിങ്ങൾ അത് മൂന്നാമത്തെ അതിൽ ടച്ച് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ആധാർ നമ്പറാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ അതിൽ ടച്ച് ചെയ്യുകയാണ്. ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ തിരയേണ്ട വിവരമെന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാനിവിടെ ആധാർ നമ്പർ കൊടുക്കുകയാണ്. ഈ ആളിൻ്റെ ആധാർ നമ്പർ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്കൊരു 4 അക്ക നമ്പർ വന്നിട്ടുണ്ട്. ആ നമ്പർ നമ്മൾ അതിൻ്റെ തൊട്ട് ആ 4 അക്ക നമ്പറിൻ്റെ താഴെ കോഡ് രേഖപ്പെടുത്തുക എന്നും പറഞ്ഞുകൊണ്ട്, കോഡെന്നും പറഞ്ഞുകൊണ്ട്, അപ്പോൾ അവിടെ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ 3728 എന്നാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ അതുപോലെ കൊടുക്കുകയാണ്. അപ്പം അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് തൊട്ട് താഴെ തിരയുക എന്നുണ്ട്. അപ്പോൾ ആ തിരയുക അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക എന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ താഴെ ോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ സെക്യൂരിറ്റി വിവരങ്ങളുടെ ഇതിൻ്റെ കൊണ്ട് ഞാനൊന്ന് മറച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം എന്തൊക്കെയാണ് അതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ജില്ല കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ നഗരസഭയോ കോർപ്പറേഷനോ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുത്തിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ ഐ ഡി നമ്പർ, നിങ്ങൾക്ക് ഈ ഒരു ഐ ഡി നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ആ ഐ ഡി നമ്പർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ആളിൻ്റെ പേര്, പിന്നെ അതുപോലെ തന്നെ സ്ത്രീ ആണോ ട്രാൻസ് വുമൺ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും സ്ത്രീയാണെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി തൊട്ട് താഴെ പൊതുവായ വിവരങ്ങൾ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അവിടെ പ്രതിമാസ തുക എത്രയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 1000 രൂപയാണ് പ്രതിമാസ തുക. പെൻഷൻ സ്റ്റാറ്റസ് ആക്റ്റീവ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ആളിന് പെൻഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഫയൽ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. മസ്റ്ററിങ് സ്റ്റാറ്റസ്, മസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മസ്റ്ററിങ് ചെയ്യാതെയാണ് നമ്മളിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ ക്ഷേമ പെൻഷന്
മസ്റ്ററിങ് നടത്തുന്ന പോലെ ഇതിനും വാർഷിക മസ്റ്ററിങ് വരും. അതെന്തായാലും ഈ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങിനോടൊപ്പം ആയിരിക്കാം മിക്കവാറും ഇതിൻ്റെ മസ്റ്ററിങ് വരുന്നത്. അത് ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ചാനലൊക്കെ പിന്തുടർന്നു കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയാൻ കഴിയും. അതുപോലെ തന്നെ വിതരണം തുടങ്ങിയ മാസം, ഇതിപ്പം ഫെബ്രുവരി 2026 ഫെബ്രുവരി തൊട്ട് ഈ ആളിന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഫെബ്രുവരി മാർച്ച് 2 മാസത്തെ തുക ഈ ആളിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ സൈൻ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്, ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ താഴെ DBT വിതരണം സംബന്ധിച്ച വിവരങ്ങൾ, അതായത് ക്രമ നമ്പർ, റഫറൻസ് നമ്പർ, വിതരണം നടത്തിയ മാസം, അതുപോലെ തന്നെ ബാങ്കിൻ്റെ പേര്, അക്കൗണ്ട് നമ്പർ, എത്ര തുക കൊടുത്തു, ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ വേണ്ട ഞാനിവിടെ അത് മറയ്ക്കാതെ തന്നെ കാണിക്കുക. 1000 രൂപ വീതം 2 മാസം കിട്ടിയതിൻ്റെയാണ്. അപ്പം ഇത്രയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.